ഹായ് ഓൾ, ഏവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഹെൻറി ഫീൽഡിംഗ് എഴുതിയിട്ടുള്ള ടോം ജോൺസ് എന്ന് പറയുന്ന ഒരു നോവലാണ്. നമുക്ക് നോവലിലേക്ക് കടക്കാം. സോമർസെറ്റ്ഷെയർ ഗ്രാമത്തിലെ അറിയപ്പെടുന്ന ഒരു ജെന്റിൽമാനാണ് ഓൾവർത്തി എന്ന് പറയുന്ന ക്യാരക്ടർ. തൻ്റെ അവിവാഹിതയായ സഹോദരി ബ്രിഡ്ജറ്റ് ഓൾവർത്തിക്കൊപ്പമാണ് അയാൾ ആ ഗ്രാമത്തിൽ ജീവിക്കുന്നത്. ഒരിക്കൽ ലണ്ടനിൽ പോയി വന്ന ഓൾവർത്തി വീട്ടിലെ കട്ടിലിൽ ഒരു കുഞ്ഞ് കിടക്കുന്നതാണ് കണ്ടത്. ജെന്നി ജോൺസ് എന്ന് പറയുന്ന അതല്ലെങ്കിൽ എന്ന് പേരുള്ള ഗ്രാമത്തിലെ ഒരു സ്ത്രീയാണ് കുട്ടിയുടെ അമ്മ എന്ന് നാട്ടുകാർ വിശ്വസിക്കുന്നുണ്ട്. ജെന്നിയുടെ ട്യൂട്ടറായ പാട്രിഡ്ജിൻ്റെ തലയിൽ കുഞ്ഞിൻ്റെ പിതൃത്വം കെട്ടിവയ്ക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ആ ഒരു പള്ളിയുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് ഓൾവർത്തി തൻ്റെ വീട്ടിൽ ആ കുഞ്ഞിനെ വളർത്തുന്നുണ്ട്. ബ്രിഡ്ജറ്റ് ഓൾവർത്തി എസ്റ്റേറ്റിലെ സ്ഥിരം സന്ദർശകനായ ക്യാപ്റ്റൻ ബ്ലിഫിലിനെ വിവാഹം കഴിക്കുന്നുണ്ട്. ബ്രിഡ്ജറ്റ് ഓൾവർത്തിക്കും അതുപോലെ തന്നെ ക്യാപ്റ്റൻ ബ്ലിഫിലിനും ഒരു പുത്രൻ ജനിക്കുന്നു. അവന് ബ്ലിഫിൽ എന്ന് പേര് നൽകപ്പെടുന്നു. മറ്റേ കുഞ്ഞിന് ടോം ജോൺസ് എന്നാണ് പേര് നൽകപ്പെടുന്നത്. അങ്ങനെ ക്യാപ്റ്റൻ ബ്ലിഫിലി എപ്പോഴും ടോമിനെ അസൂയയോടും അതുപോലെ തന്നെ വെറുപ്പോടെയുമാണ് കാണുന്നത്. കാരണം എന്താ, തൻ്റെ മകന് അവകാശപ്പെട്ട സ്വത്ത് ടോമിനും കൂടി വീതിക്കപ്പെട്ടു പോകുമോ എന്ന ആ ഒരു ഭയം ക്യാപ്റ്റൻ ബ്ലിഫിലിന് ഉണ്ടായിരുന്നു. ഒരു ദിവസം അപ്പോപ്ലക്സി വന്ന് ക്യാപ്റ്റൻ ബ്ലിഫിൽ മരണപ്പെടുകയാണ് ചെയ്യുന്നത്. കഥ ഒരു 12 വർഷങ്ങൾ മുന്നോട്ട് പോകുന്നു. ബ്ലിഫിലും ടോമും ഒരുമിച്ച് ഓൾവർത്തി എസ്റ്റേറ്റിൽ വളരുകയാണ്. പക്ഷേ ടോമിനെയും ബ്ലിഫിലിനെയും ഒരേപോലെ കുടുംബത്തിലുള്ളവർ കാണുന്നില്ല. ടോമിനോട് സ്നേഹം കാട്ടിയത് ഓൾവർത്തി മാത്രമായിരുന്നു. ഓൾവർത്തിയുടെ ജോലിക്കാരനായ ബ്ലാക്ക് ജോർജിൻ്റെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാനായി ടോം ആപ്പിളുകളും താറാവുകളെയൊക്കെ മോഷ്ടിക്കാറുണ്ടായിരുന്നു. അതേപോലെ ടോം തൻ്റെ എല്ലാ രഹസ്യങ്ങളും ബ്ലിഫിലിനോട് പറയാറുണ്ടായിരുന്നു. അതൊക്കെ നേരെ ഓൾവർത്തിയുടെയോ അതല്ലെങ്കിൽ ടോമിൻ്റെയും ബ്ലിഫിലിൻ്റെയും ട്യൂട്ടറായ ത്വാക്കും എന്ന് പറയും ത്വാക്കുമിൻ്റെയോ കാതിൽ ബ്ലിഫിൽ മുറക്ക് എത്തിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ഒടുവിൽ ടോം കുഴപ്പത്തിൽ അകപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ നാട്ടുകാർക്കിടയിൽ ടോം സമ്മതനായിരുന്നു. എന്നാൽ ബ്ലിഫിലിനെ കുറിച്ച് ആൾക്കാർക്ക് അത്ര മതിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഓൾവർത്തിയുടെ അയൽക്കാരൻ സ്ക്വയർ വെസ്റ്റേണിൻ്റെ വീട്ടിലായിരുന്നു ടോം കൂടുതൽ സമയവും ചെലവഴിച്ചത്. അതിന് കാരണമുണ്ട്. സ്ക്വയർ ടോമിൻ്റെ ഉത്സാഹത്തിലും പ്രസരിപ്പിലും ഇംപ്രസ്ഡ് ആയിരുന്നു. എന്നാൽ ടോം ആ വീട് അടിക്കടി സന്ദർശിക്കുന്നതിന് ഒരു കാരണം ഉണ്ടായിരുന്നു. സോഫിയ വെസ്റ്റേൺ എന്നായിരുന്നു ആ ഒരു കാരണത്തിൻ്റെ പേര്. കാരണം സ്ക്വയർ വെസ്റ്റേണിൻ്റെ മകളാണ് സോഫിയ വെസ്റ്റേൺ. സോഫിയ ടോമുമായിട്ട് വളരെയധികം സ്നേഹത്തിലായിരുന്നു. അതേപോലെ തന്നെ സോഫിയക്കും ടോമിനോടുള്ള പ്രണയം ആഴത്തിലുള്ളതായിരുന്നു. എന്നാൽ ടോം സോഫിയയുമായി റിലേഷനിൽ ഉള്ളപ്പോൾ തന്നെ ബ്ലാക്ക് ജോർജിൻ്റെ മകൾ മോളി സീഗ്രിം എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അവളുമായിട്ടും അവൻ പ്രണയത്തിലായിരുന്നു. മോളി അങ്ങനെ ഗർഭിണിയാകുന്നു. മോളിയെ ജയിലിലേക്ക് അയക്കുന്നതിൽ നിന്നും ഓൾവർത്തിയെ ടോം എന്താക്കുകയാണ് ചെയ്യുന്നത്, തടയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മോളിയുടെ കുഞ്ഞിൻ്റെ പിതൃത്വം ടോം ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. ആദ്യമൊക്കെ സോഫിയയുടെ സൗന്ദര്യത്തിൽ മാത്രം ആകൃഷ്ടനായിരുന്ന ടോമിന് സോഫിയയുടെ ആഴത്തിൽ പ്രണയം തോന്നുകയാണ്. അങ്ങനെ മോളിയുമായുള്ള ബന്ധത്തിൻ്റെ കെട്ടുകൾ അയക്കാൻ ടോം ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അവസാനം മോളിക്ക് പലരിൽ ഒരാൾ മാത്രമായിരുന്നു ഈ താനെന്ന് ടോം എന്താക്കുകയാണ് ചെയ്യുന്നത്, തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മോളിയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ താനല്ലെന്ന് അറിഞ്ഞ ടോം ആ കാരണം പറഞ്ഞ് മോളിയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടുന്നു. അങ്ങനെ ടോം സോഫിയയോട് കുറ്റസമ്മതം നടത്തുകയാണ്. അങ്ങനെ സോഫിയയെ ജീവന് തുല്യം സ്നേഹിക്കുന്നു എന്ന് അവളോട് ടോം എന്താക്കുകയാണ് ചെയ്യുന്നത്, പറയുകയാണ് ചെയ്യുന്നത്. പിന്നീട് എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഓൾവർത്തിക്ക് സുഖമില്ലാതെയാകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അയാൾ എല്ലാ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും തൻ്റെ അരികത്തേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. അങ്ങനെ ഓൾവർത്തി തൻ്റെ മരണപത്രം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു മരണപത്രത്തിൽ ബ്ലിഫിലിനായിരുന്നു സ്വത്തിൻ്റെ മുഖ്യ പങ്കും. അങ്ങനെ ടോമിനും കുറച്ച് സ്വത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടോമിൻ്റെയും ബ്ലിഫിലിൻ്റെയും ട്യൂട്ടേഴ്സായ ത്വാക്കിനും സ്ക്വയറിനും 1000 പൗണ്ട്സ് മാത്രമേ മാറ്റിവെച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അത് അവരെ വളരെയധികം അസ്വസ്ഥരാക്കി. ടോം എല്ലായ്പ്പോഴും ഓൾവർത്തിയുടെ കിടക്കരികിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഡൗളിംഗ് എന്നു പേരുള്ള ഒരു വക്കീൽ വന്നിട്ട് ബ്രിഡ്ജറ്റ് ഓൾവർത്തിയുടെ അപ്രതീക്ഷിത മരണം അറിയിക്കുന്നു. അങ്ങനെ ഓൾവർത്തിയുടെ ഡോക്ടർ ഓൾവർത്തി മരണത്തിന് കീഴടങ്ങിയില്ല എന്ന് അറിയിക്കുമ്പോൾ ടോമിന് വളരെയധികം സന്തോഷം ഉണ്ടാവുകയാണ്. അങ്ങനെ ടോം എന്താക്കുകയാണ് ചെയ്യുന്നത്, തുള്ളിച്ചാടുകയാണ് ചെയ്യുന്നത്. ആ ഒരു സന്തോഷം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ടോം മദ്യപിക്കുകയാണ്. ബ്ലിഫിൽ ടോമിനെ ബാസ്റ്റേഡ് എന്ന് വിളിക്കുന്നു. അങ്ങനെ ദേഷ്യം വന്ന ടോം ബ്ലിഫിലിനെ അടിക്കുന്നുണ്ട്. ടോം തനിക്ക് സോഫിയയോടുള്ളത് എറ്റേണൽ ലവ് ആണെന്ന് പറയുന്നു. അവസരം കിട്ടിയപ്പോൾ
ടോം മോളിയുമായി വീണ്ടും റിലേഷനിൽ ആവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സോഫിയയുടെ ആൻറ്റി മിസ്സിസ് വെസ്റ്റേൺ തൻ്റെ സഹോദരൻ്റെ വീട്ടിൽ കുറച്ചു കാലം തങ്ങാനായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ആൻറ്റിയുടെ ഒപ്പമാണ് സോഫിയ തൻ്റെ കുട്ടിക്കാലത്തിൽ ഏറിയ പങ്കും ചെലവിട്ടത്. അങ്ങനെ സോഫിയയുടെ ആൻറ്റിയും ആ ഒരു സ്ക്വയർ വെസ്റ്റേണും തമ്മിൽ മിക്കപ്പോഴും വഴക്കായിരിക്കും. എങ്കിലും ഒരു കാര്യത്തിൽ അവർ രണ്ടുപേരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നുണ്ട്. ആ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബ്ലിഫിലിന് സോഫിയയെ കെട്ടിച്ചു കൊടുക്കുന്ന കാര്യത്തിലാണ് ഇവർ രണ്ടാളും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത്. പിന്നീട് സോഫിയയും ടോമും തമ്മിലുള്ള സ്നേഹബന്ധം മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് സ്ക്വയറും മിസ്സിസ് വെസ്റ്റേണും തീരുമാനിക്കുകയാണ്. അങ്ങനെ ബ്ലിഫിൽ സോഫിയയ്ക്ക് പിന്നാലെ നടക്കാൻ തുടങ്ങുകയാണ്. സോഫിയ വിവാഹത്തിന് സമ്മതിക്കുമെന്ന് ഓൾവർത്തി കരുതുന്നുണ്ട്. പക്ഷേ താൻ ബ്ലിഫിലിനെ വിവാഹം കഴിക്കില്ലെന്ന് സോഫിയ ചെയ്യുന്നത്, തറപ്പിച്ച് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു സ്ക്വയർ വെസ്റ്റേൺ മകളോട് വയലൻ്റായി പെരുമാറുന്നു. ടോമിനെ അവിടെ നിന്ന് പുറത്താക്കിയാൽ സോഫിയ തൻ്റേതാകുമെന്നാണ് ആ ഒരു ബ്ലിഫിൽ കരുതുന്നത്. പിന്നെ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഓൾവർത്തി രോഗശയ്യയിൽ കിടന്ന സമയത്ത് ടോം മദ്യപിച്ച് നൃത്തം വയ്ക്കുകയായിരുന്നു എന്ന് ബ്ലിഫിൽ ഓൾവർത്തിയെ ധരിപ്പിക്കുന്നു. തന്നോട് അല്പം പോലും നന്ദിയില്ലാത്തവനാണല്ലോ ടോം എന്ന് വിചാരിച്ചിട്ട് ഓൾവർത്തിക്ക് നല്ല ദുഃഖം തോന്നുന്നുണ്ട്. പെട്ടെന്നുണ്ടായ കോപത്തിൽ ഓൾവർത്തി ടോമിനെ ആ ഗ്രാമത്തിൽ നിന്നും പുറത്താക്കുന്നുണ്ട്. ടോമിന് സോഫിയയെ പിരിയണമെന്നില്ലായിരുന്നു. പക്ഷേ ഓൾവർത്തിയുടെ തീരുമാനത്തിന് വില കൽപ്പിക്കാനായിട്ട് ടോം അവിടം വിടുകയാണ് ചെയ്യുന്നത്. പിന്നീട് ടോം അവിടെയും ഇവിടെയും അലഞ്ഞു തിരിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്രിസ്റ്റോളിൽ വെച്ച് ടോം പാട്രിഡ്ജിനെ കണ്ടുമുട്ടുന്നു. പാട്രിഡ്ജ് ടോമിൻ്റെ വിശ്വസ്തനായ ഒരു അനുയായി ആയി മാറുന്നുണ്ട്. അങ്ങനെ ടോം ബ്രിസ്റ്റോളിൽ വെച്ച് മിസ്സിസ് വാട്ടേഴ്സ് എന്നു പേരുള്ള ഒരു സ്ത്രീയെ കള്ളന്മാരിൽ നിന്നും രക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ടോമും മിസ്സിസ് വാട്ടേഴ്സും താമസിയാതെ റിലേഷനിൽ ആകുന്നുണ്ട്. അങ്ങനെ ബ്രിസ്റ്റോളിലെ ഒരു സത്രത്തിൽ വെച്ച് ചെയ്യുന്നത്, കിടക്ക പങ്കിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സോഫിയ ടോമിനെ തിരക്കി ആ ഒരു സത്രത്തിലെത്തുമ്പോൾ ടോമും മിസ്സിസ് വാട്ടേഴ്സും തമ്മിലുള്ള ബന്ധം ആ ഒരു സോഫിയ അറിയുന്നു. പിന്നീട് എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, താൻ അവിടെ വന്നിരുന്നു എന്ന് ടോമിനെ അറിയിക്കണമെന്ന് സോഫിയക്ക് തോന്നി. അവളുടെ ഉറുമാൽ ടോമിൻ്റെ ബെഡിൽ ഉപേക്ഷിച്ചിട്ട് അവിടുന്ന് പോകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സോഫിയയുടെ ഉറുമാൽ കാണുന്ന ടോം അവൾ അവിടെ വന്നിരുന്നു എന്ന് ടോമിന് മനസ്സിലായി. അങ്ങനെ ടോമിന് അവനോട് തന്നെ ഒരു പുച്ഛവും ദേഷ്യവും ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ ടോം സോഫിയയെയും തേടി അവിടുന്ന് പുറപ്പെടുകയാണ് ചെയ്യുന്നത്. ലണ്ടനിലേക്കുള്ള മടക്കയാത്രയിൽ സോഫിയ അവളുടെ കസിൻ ഹാരിയറ്റിൻ്റെ കൂടെയാണ് യാത്ര ചെയ്തത്. അങ്ങനെ ഹാരിയറ്റ് ഫിറ്റ്സ്പാട്രിക്കിൻ്റെ മറ്റൊരു ഭാര്യയായിരുന്നു. ലണ്ടനിൽ സോഫിയ അവളുടെ ബന്ധുവായ ലേഡി ബെലസ്റ്റോമിനൊപ്പം അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ടോമും പാട്രിഡ്ജും താമസിയാതെ അങ്ങനെ ലണ്ടനിലേക്ക് തിരിച്ചെത്തുന്നു. അവർ മിസ്സിസ് മില്ലറിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. മിസ്സിസ് മില്ലറിൻ്റെ പെൺകുട്ടികളിൽ ഒരുവളുടെ പേര് നാൻസി എന്നാണ്. ആ വീട്ടിൽ നൈറ്റിംഗേൾ എന്നു പേരുള്ള ഒരു യങ് ജെൻറ്റിൽമാനും താമസിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നാൻസിയും നൈറ്റിംഗേളും തമ്മിൽ സ്നേഹത്തിലാണെന്ന് ടോമിന് മനസ്സിലായി. അങ്ങനെ നാൻസി പ്രഗ്നൻ്റ് ആകുന്നുണ്ട്. അങ്ങനെ ടോം നൈറ്റിംഗേളിനോട് നാൻസിയെ വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ലേഡി ബെലസ്റ്റോണും, അവിടെയുള്ള ഒരു പെൺകുട്ടിയാണ് ലേഡി ബെലസ്റ്റോൺ, അവളും ടോമും റിലേഷനിൽ ആകുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ടോം സോഫിയയെ നല്ല രീതിയിൽ തേടുന്നുണ്ടായിരുന്നു. അങ്ങനെ ടോമും സോഫിയയും വീണ്ടും ഒന്നിച്ചു ചേരുന്നുണ്ട്. പിന്നീട് ടോം ലേഡി ബെലസ്റ്റനുമായുള്ള ബന്ധം അവസാനിപ്പിക്കുന്നതിനായി ലേഡി ബെലസ്റ്റന് മാരേജ് പ്രപ്പോസൽ അയക്കുന്നുണ്ട്. ഇത് ബെലസ്റ്റനെ വളരെയധികം ഭയപ്പെടുത്തുന്നുണ്ട്. അവർ ടോമിൽ നിന്നും അകലുന്നു. എങ്കിലും ബെലസ്റ്റൻ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട്. എന്താണ് ഉറപ്പിച്ചതെന്ന് വെച്ചാൽ, ഒരു കാരണവശാലും ടോമിൻ്റെയും അതുപോലെ തന്നെ സോഫിയയുടെയും പ്രണയം പൂവണിയാൻ താൻ സമ്മതിക്കില്ല എന്ന് ലേഡി ബെലസ്റ്റൻ മനസ്സിൽ ഉറപ്പിച്ച ഒരു കാര്യമാണ്. അങ്ങനെ റോഡ് ഫെല്ലാമർ എന്നൊരു യുവാവിനെ സോഫിയയെ റേപ്പ് ചെയ്യാൻ ലേഡി ബെലസ്റ്റൻ പറഞ്ഞു വിടുന്നുണ്ട്. താമസിയാതെ തന്നെ സ്ക്വയർ വെസ്റ്റേണും അതുപോലെ തന്നെ മിസ്സിസ് വെസ്റ്റേണും ബ്ലിഫിലും ഓൾവർത്തിയും ഇവരെല്ലാം ലണ്ടനിൽ തിരിച്ചെത്തുന്നുണ്ട്. അങ്ങനെ സ്ക്വയർ വെസ്റ്റേൺ സോഫിയയെ മുറിയിൽ പൂട്ടിയിടുന്നുണ്ട്. അങ്ങനെ മിസ്റ്റർ ഫിറ്റ്സ്പാട്രിക് തൻ്റെ ഭാര്യയുടെ കാമുകൻ ടോമാണെന്ന് കരുതിയിട്ട് ടോമുമായിട്ട് പ്രശ്നമുണ്ടാക്കുന്നുണ്ട്, അതായത് അടിയുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഫിറ്റ്സ്പാട്രിക്കിനെ എതിർക്കുന്നതിനിടയിൽ ടോം ആ ഒരു ഫിറ്റ്സ്പാട്രിക്കിൻ്റെ ആ ഒരു വയറിനാറ്റം ആ ഒരു ടോമിനോട് കുത്തിപ്പോകുന്നുണ്ട്. അങ്ങനെ ടോം ചെയ്യുന്നത്, ജയിലിലാവുകയാണ് ചെയ്യുന്നത്. പിന്നീട് വല്ലാത്തൊരു വാർത്തയും കൊണ്ട് പാട്രിഡ്ജ് ടോമിനെ ജയിലിൽ സന്ദർശിക്കുന്നുണ്ട്.
മിസ്സിസ് വാട്ടേഴ്സ് ജെന്നി ജോൺസ് ആണ് ടോമിൻ്റെ അമ്മ എന്ന് പറയുന്നത്. ആ ഒരു മിസ്സിസ് വാട്ടേഴ്സ് ഓൾവർത്തി വന്നു കണ്ടു ഫിറ്റ്സ്പാട്രിക് ജീവനോടെയുണ്ട് എന്ന് ആ ഒരു ടോമിനെ അറിയിക്കുന്നുണ്ട്. ആ ഒരു ടോമിനെതിരെ സാക്ഷി പറയാൻ ആരുടെയോ പ്രേരണയാൽ ഒരു വക്കീൽ തന്നെ പണം നൽകി പ്രലോഭിപ്പിച്ചു എന്നും മിസ്സിസ് വാട്ടേഴ്സ് ഓൾവർത്തിയെ അറിയിക്കുന്നുണ്ട്. മിസ്സിസ് വാട്ടേഴ്സ് പേരറിയാത്ത ആ ആൾ ബ്ലിഫിലാണെന്ന് ഓൾവർത്തി തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ ബ്ലിഫിലിനോട് ഇനി ഒരിക്കലും മിണ്ടില്ല എന്ന് ഓൾവർത്തി തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. ടോമിന് ദയ തോന്നിയിട്ട് ടോം ബ്ലിഫിലിന് ഒരു വാർഷിക വേതനം നൽകുകയും ചെയ്യുന്നുണ്ട്. മിസ്സിസ് വാട്ടേഴ്സ് മറ്റൊന്നുകൂടി വെളിപ്പെടുത്തുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ടോമിനെ പ്രസവിച്ചത് ബ്രിഡ്ജറ്റ് ഓൾവർത്തിയാണ് എന്നുകൂടി പറയുന്നുണ്ട്. ടോമിൻ്റെ ട്യൂട്ടറായ സ്ക്വയർ ഓൾവർത്തിക്ക് ഒരു കത്ത് അയക്കുന്നുണ്ട്. ആ കത്തിൽ ഓൾവർത്തി രോഗശയ്യയിൽ കിടക്കുന്ന സമയത്ത് ടോമിൻ്റെ പെരുമാറ്റ രീതികൾ നല്ലതും കമ്പാഷനേറ്റും ആയിരുന്നു എന്ന കാര്യമാണ് അതിൽ എഴുതിയിട്ടുള്ളത്. ടോം ജയിലിൽ നിന്നും മോചിതനാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓൾവർത്തിയും ടോമും ഒന്നിക്കുകയാണ് ചെയ്യുന്നത്. മിസ്സിസ് മില്ലർ ടോം ലേഡി ബെലസ്റ്റന് മാരേജ് പ്രപ്പോസൽ അയച്ചതിനുള്ള കാരണം സോഫിയെ എന്താക്കുകയാണ് ചെയ്യുന്നത്, പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. സോഫിയക്ക് അപ്പോഴാണ് സമാധാനമാവുന്നത്. അങ്ങനെ ഓൾവർത്തി ടോമിനെ അനന്തിരവനായി സ്വീകരിക്കുന്നു. ഇപ്പോൾ ടോം ഓൾവർത്തിയുടെ സ്വത്തിൻ്റെ അവകാശിയാണ്. അങ്ങനെ ടോമും സോഫിയയും തമ്മിലുള്ള വിവാഹത്തിന് ഇപ്പോൾ സ്ക്വയർ വെസ്റ്റേൺ തിടുക്കം കൂട്ടാൻ തുടങ്ങുകയാണ്. അങ്ങനെ സോഫിയ ടോമിനെ അവൻ്റെ കുത്തയിഞ്ഞ ജീവിതത്തിന് കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും ടോമിനെ വിവാഹം കഴിക്കാൻ അവൾ എന്താക്കുകയാണ് ചെയ്യുന്നത്, സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വിവാഹം കഴിഞ്ഞു 2 കുട്ടികളുടെ മാതാപിതാക്കന്മാരായി ടോമും സോഫിയയും തങ്ങളുടെ മക്കൾക്കൊപ്പം ആ ഒരു എസ്റ്റേറ്റിൽ സുഖമായി ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു ടോം ജോൺസ് എന്ന് പറയുന്ന നോവൽ ഇവിടെ അവസാനിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.